ചൊവ്വാഴ്ച കണ്ടതുപോലെ ചൊവ്വാഴ്ച വലിയ രീതിയിലുള്ള പ്രതിഷേധം SFI കേരള സർവകലാശാലയിൽ നടത്തിയിരുന്നു. അതുപോലെ തന്നെ മറ്റ് സർവകലാശാലകളിലേക്കുമൊക്കെ പ്രതിഷേധ മാർച്ചൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ സംഘർഷത്തിൽ ചെന്ന് കലാശിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പോലീസ് നടപടിയെടുക്കുന്നു, ഈ കുട്ടികളെയൊക്കെ അവിടെ നിന്ന് വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയൊക്കെയാണ് ഉണ്ടായത്. ഇന്നും സമാനമായ രീതിയിൽ സംഘർഷഭരിതമാകാനിടയുണ്ടോ? ജിൽസി, ഇക്കാര്യത്തിൽ SFI പ്രഖ്യാപിച്ചിട്ടുള്ളത് സർവകലാശാല മാർച്ചിന് സമാനമായ രീതിയിൽ തന്നെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുമെന്നുള്ളതാണ്. അതായത് ഇക്കാര്യത്തിൽ സർവകലാശാലയിൽ ഏത് തരത്തിലുള്ള പ്രതിഷേധമാണോ കാണിച്ചത് അതേ നിലയിൽ തന്നെയായിരിക്കും രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധവുമെന്നാണ് SFI നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ M ശിവപ്രസാദ് അക്കാര്യം പറയുകയും ചെയ്തു. എന്തായാലും അതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും സർവകലാശാലയിലേക്ക് ഉള്ള DYFIയുടെ മാർച്ചും എന്ന കാര്യത്തിൽ സംശയമില്ല. ASFന്റെ മാർച്ചും അതേ രീതിയിൽ വലിയ തരത്തിലുള്ള സംഘർഷാവസ്ഥയിൽ കലാശിക്കുന്ന നിലയിലേക്ക് എത്തും. നിലവിൽ ASFO KSU ഇതുവരെ ഒരു പരസ്യ പ്രതിഷേധവുമായി സർവകലാശാലയിലേക്ക് എത്തിയിരുന്നില്ല. ഇപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞാണ് അവരുടെ പ്രതിഷേധം സർവകലാശാലയിലേക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. SFI കഴിഞ്ഞ പലതവണയായി രാജ്ഭവനും ഗവർണർക്കുമെതിരായ സമരങ്ങളിൽ പ്രതിഷേധങ്ങളിൽ ഒക്കെ രാജ്ഭവൻ ആസ്ഥാനത്തേക്ക് കടന്നു കയറി കൂടി പ്രതിഷേധം നടത്താനൊരു ആലോചന നടത്തിയിരുന്നു. പക്ഷേ പോലീസ് അതിൽ കൃത്യമായി ഇടപെട്ടത് തടയുകയായിരുന്നു. ഇന്ന് കൂടുതൽ വിദ്യാർത്ഥികളെ എത്തിച്ച് വലിയ തരത്തിൽ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധിക്കാനാണ് SFI നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും SFI, ASF ഒപ്പം തന്നെ DYFI, KSU പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ന് തലസ്ഥാന നഗരം എന്തായാലും വലിയ തരത്തിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്ന കേന്ദ്രമായി മാറും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 മണി കഴിയുന്നതോടുകൂടിയാണ് ഓരോ സംഘടനകളുടെയും പ്രതിഷേധം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. DYFI 11 മണിക്ക് സർവകലാശാല ആസ്ഥാനത്തേക്കും 10:30 ASF സർവകലാശാല ആസ്ഥാനത്തേക്കും ഒപ്പം തന്നെ 11 മണിയോടുകൂടി SFI രാജ്ഭവനിലേക്കും മാർച്ച് നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. KSUവിന്റെ പ്രതിഷേധ സംഗമത്തിന്റെ സമയം അറിയിച്ചിട്ടില്ല. പക്ഷേ അതും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധവും സംഘർഷത്തിലേക്കും എന്തായാലും ഇന്ന് വലിയ ശ്രദ്ധാ കേന്ദ്രമാകാൻ പോകുന്നത് കേരള സർവകലാശാല തന്നെയാണ്. റഷ്യൻ സന്ദർശനമൊക്കെ കഴിഞ്ഞ താൽക്കാലിക VC മോഹനൻ കുന്നുമൽ തിരിച്ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹം കേരള സർവകലാശാലയിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ചയൊക്കെ കണ്ടതുപോലെയുള്ള വലിയ സംഘർഷത്തിലേക്കൊക്കെ ഈ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം നീങ്ങുമോ എന്നൊക്കെയാണ് ഉറ്റുനോക്കുന്നത്. വിജയൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.